ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സീനാസ് വേഡിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞതാണല്ലോ, അപ്പോൾ എല്ലാവർക്കും കുറച്ചധികം ബീഫൊക്കെ കിട്ടിക്കാണും. അപ്പോൾ ഉള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ, മിസ്സാക്കരുതേ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണിത്. ഇത് ചുമ്മാ നമുക്കെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇത് നെയ്ച്ചോറ്, പത്തിരി, ബെറോട്ട എന്നിവരുടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ചെള്ളൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത ബീഫാണ് കേട്ടോ. കഷ്ണങ്ങളാക്കി, വലിയ കഷ്ണങ്ങളാക്കി എടുത്ത കഷ്ണങ്ങളോട് കൂടിയുള്ള ബീഫാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ പീസും ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം കുക്കറിൽ നിരത്തി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിച്ചതാണേ. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് ഇത്തിരി എരിവുള്ളതാണ് കേട്ടോ. എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ആ മസാല നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം ഒരുപോലെ എത്തിപ്പെടണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. 1/4 ഗ്ലാസ്സിൽ കൂടണ്ട കേട്ടോ, 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ ഇറച്ചിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 9 10 പീസിൽ ഒന്ന് കേൾപ്പിച്ചെടുക്കണം. നല്ല മുറ്റിയ ഇറച്ചിയാണിത്. അതുപോലെ വലിയ പീസും ആയതുകൊണ്ട് കുറച്ചധികം പീസിൽ തന്നെ നമ്മൾ കേൾപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 11 12 പീസിലോളം കേൾപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പീസിലൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് തനിയെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ പ്രഷറെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാം. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊക്കെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്ക് കളയേണ്ട കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബീഫിൻ്റെ പീസുകൾ മൊത്തം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കഷ്ണങ്ങളുടെ ചൂടെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വണ്ണമുള്ള പീസൊക്കെ ഒരു 3 ഇതായിട്ട് നമുക്ക് ഇതുപോലൊന്ന് സ്ലൈസാക്കി എടുക്കാം കേട്ടോ. തീരെ കനം കുറഞ്ഞു പോകരുത്. ഇതുപോലെ. അപ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കനം കൂടിയ ഒരു പീസ് ഞാൻ എടുത്ത് 3 സ്ലൈസായിട്ട് ആക്കിയെടുത്തേ. ഇനി നമുക്കിതൊന്ന് നെടുകെ ഇതുപോലൊന്ന് ഒരു കുഞ്ചു വിരലിൻ്റെ വണ്ണത്തിലും നീളത്തിലും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതേ വണ്ണത്തിലും നീളത്തിലും എല്ലാ പീസും ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ
ബീഫിൻ്റെ പീസുകളെല്ലാം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങൾ മൊത്തവും ഞാനൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ ക്രമത്തിൽ ഞാൻ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു കോട്ടിങ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തതാണ്. നന്നായിട്ട് അരച്ച് തന്നെ ചേർത്തെടുക്കണം. അതുപോലെ തന്നെ പിന്നെ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. ചില്ലി ഫ്ലെക്സ് 1.5 ടീസ്പൂൺ ഇട്ടു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ എരിവുള്ള പൊടിയാകൊണ്ടാണ് 3/4 ടീസ്പൂൺ ആക്കിയത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പ് നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത സമയത്ത് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വേണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. പിന്നെ ഒരു നാരങ്ങയുടെ ഒരു പിളർപ്പ് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം ആ നീര് മാത്രം ചേർത്തെടുക്കുക. നാരങ്ങയ്ക്ക് പകരം വിനാഗിരിയും ചേർത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ സ്റ്റോക്കില്ലേ, അത് കുറച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മൾ മിക്സാക്കി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ നമ്മുടെ കോട്ടിങ് ആ ബീഫുമായിട്ട് പുരണ്ട് വരണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി നമ്മുടെ കോട്ടിങ് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബീഫിലേക്ക് നമുക്ക് നമ്മുടെ ഉപ്പും എരിവും പുളിയും എല്ലാം ഒത്ത് പിടിച്ച് വരുന്നത്. അപ്പോൾ കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം ഞാനൊരു ചീനിച്ചട്ടി ഒരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണയിൽ ഒതുക്കിയത്. ഒരു 3 ബാച്ചായിട്ട് പൊരിച്ചെടുത്തപ്പോൾ തന്നെ അത്രയും തന്നെ ബാക്കി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ചെയ്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രീ ആക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഫ്രീ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ ഈ ഓരോന്നായിട്ട് ഇതുപോലെ കറക്കി ഇട്ട് കൊടുക്കണമേ. ഒത്തങ്ങ് ഇട്ട് കൊടുക്കരുത്, വാരി ഇട്ട് കൊടുക്കരുത്. ഓരോന്നായിട്ട് കറക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയെ എത്രത്തോളം മുങ്ങിക്കിടക്കാൻ പറ്റുന്നത് അത്രയും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കൈയിടം തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കരുത് കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇളക്കി കൊടുക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ ഒന്ന് തൊഴിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ ചില്ലി ഫ്ലെക്സ് ഒന്നും ഒട്ടും തന്നെ തൊഴിഞ്ഞൊന്നും പോയിട്ടില്ല. എല്ലാ കോട്ടിങ്സുമായിട്ട് തന്നെ ബീഫിൽ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ടൊന്ന് മറിച്ചൊക്കെ തിരിച്ച് വിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കിതിൽ നിന്നും കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ ചരിച്ച് കുറച്ച് നേരം പിടിച്ചിരിക്കുക കേട്ടോ. കുറച്ച് എണ്ണ ബാക്കിയുള്ള എണ്ണയും കൂടി വാർന്നു പോകാനാണേ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 ബാച്ചായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് നമുക്കിതുപോലെ തന്നെ പറക്കി ഇട്ട് കൊടുക്കാം. ഫ്രൈ ആക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ. എങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ രണ്ടാമത്തതും ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് കുറച്ച് നേരം പിടിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അവസാനത്തെ ബാച്ചാണ് കേട്ടോ. അവസാനത്തെ ബാച്ച് ഇടുമ്പോൾ ഒരു മറിച്ചിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർക്കാനുണ്ട്. അത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 പച്ചമുളക്, നന്നായിട്ട് പഴുത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് കളറായിട്ടിരിക്കുന്നത്. എരിവില്ലാത്ത പച്ചമുളകാണ്. അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കെല്ലാം കൂടി കോരിയെടുക്കാം. ഒരു ചെറിയ കഷ്ണം രമ്പയിലയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കൂടി ഫ്ലേവറൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഈ ബീഫ് ഫ്രൈക്ക്. ചുമ്മാ നടക്കുമ്പോൾ നമുക്ക് കറുമുറയെ കഴിക്കാൻ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ തന്നെയാണിത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ മൊത്തവും ബീഫും ഞാൻ എന്താ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചരിച്ച് കുറച്ച് നേരം പിടിക്കുമ്പോൾ എണ്ണ ബാക്കിയുള്ള അവശേഷിച്ച എണ്ണയും കൂടി നന്നായിട്ട് തോർന്ന് കിട്ടും കേട്ടോ. എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല. നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ നമുക്ക് ബാക്കി വരും. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈ മൊത്തം ഞാൻ എന്താ ഫ്രൈ ചെയ്ത് കോരിയെടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. ഇത് നെയ്ച്ചോറിൻ്റെയും പിന്നെ പാലപ്പം, പെറോട്ട, പത്തിരി എന്നിവരുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് വൈകുന്നേരത്തെ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇത് ഞാൻ അധികം ഡീപ്പായിട്ടല്ല ഫ്രൈ ചെയ്തെടുത്തത്. കുറച്ച് സോഫ്റ്റായിട്ടാണ്. ഉള്ളു നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.